വിശദമായ വാർത്തകളിലേക്ക്. ഫലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുന്നത് പ്രശ്നത്തെ സങ്കീർണമാക്കുമെന്നും ഗസയിലെ വെടിനിർത്തലിന് തിരിച്ചടിയാകുമെന്നും അമേരിക്ക. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇസ്രയേലിനെ പ്രകോപിപ്പിക്കുന്ന നടപടി ഉപേക്ഷിക്കണമെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. അതേസമയം എല്ലാ ഇസ്രായേൽ തടവുകാരെയും മോചിപ്പിക്കുന്ന സമഗ്ര വെടിനിർത്തൽ കരാറിന് തയ്യാറെന്ന് ഹമാസ് ആവർത്തിച്ചു. യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവുമാണ് വേണ്ടതെന്നും ഹമാസ് പ്രതികരിച്ചു. മുഴുവൻ ബന്ദികളെയും ഹമാസ് കൈമാറിയാൽ ഗസ യുദ്ധം അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ 67 പേർ കൂടി കൊല്ലപ്പെട്ടു. ഭക്ഷണം കാത്തുനിന്ന 14 പേരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. വിശപ്പായുധമാക്കിയുള്ള ഇസ്രായേൽ ഉപരോധത്തിനിടെ പട്ടിണി കിടന്ന് മരിച്ചവരുടെ എണ്ണം 367ആയി. MCA നാസർ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നു. MCA, ബന്ദികളെയെല്ലാം വിട്ടു നൽകി നിരുപാധികമായൊരു കീഴടങ്ങലിന് തയ്യാറാവുകയാണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ഇന്നലെ ട്രംപാണ് മുന്നോട്ട് വെച്ച ഒരു അവകാശവാദം. അതിന് തൊട്ടു പിന്നാലെ ബന്ദികളെ മുഴുവൻ വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരിക്കുന്നു. അതിനോട് ഇസ്രായേലിൻ്റെ മറുപടിയും പ്രതികരണവും നിലപാടും എങ്ങനെയാണ്? ഹമാസിൻ്റെ ഈ പുതിയ പ്രതികരണം ഒരു വെടിനിർത്തലിന് കാരണമാകുമെന്ന സൂചനകളുണ്ടോ? സൈഫുദ്ദീൻ്റെ നിലപാടുകളിൽ വലിയൊരു മാറ്റമുണ്ട് എന്ന് ഈ ഘട്ടത്തിൽ പറയുക സാധ്യമല്ല. കാരണം ഹമാസും അമേരിക്കയുടെ ഒക്കെ പ്രതികരണം നേരത്തെയുള്ള അതേ പ്രതികരണത്തിന്റെ ആവർത്തനം മാത്രമാണ്. ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്ന ഒരു സമഗ്ര വെടിനിർത്തൽ കരാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ആക്രമണം അവസാനിപ്പിക്കും, അതോടൊപ്പം തന്നെ ബന്ദികളെ പൂർണ്ണമായിട്ട് തങ്ങൾ കൈമാറുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഒരു താൽക്കാലിക വെടിനിർത്തൽ എന്നൊരു നിർദ്ദേശം അമേരിക്കയുടെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ചു. അത് ഹമാസ് സ്വീകരിച്ചു. കാരണം 2 മാസത്തെ ആ വെടിനിർത്തലിലൂടെ ഭാഗികമായിട്ടുള്ള ബന്ദികളുടെ കൈമാറ്റമായിരുന്നു അതിൽ വ്യവസ്ഥ ചെയ്തിരുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ 2 ആഴ്ചയിലധികമായിട്ട് പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഗസ സിറ്റിയിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹമാസ് തങ്ങളുടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കണം, സൈന്യം പിന്മാറണം. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ദികളെ ഒരുമിച്ച് തന്നെ കൈമാറാമെന്നുള്ള നേരത്തെയുള്ള അതേ പ്രഖ്യാപനം തന്നെയാണ് ഹമാസ് ആവർത്തിച്ചിരിക്കുന്നത്. അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. യുദ്ധം എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാൻ തങ്ങളും തയ്യാറാണ്, പക്ഷെ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഉപാധികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ യുദ്ധാവസാനം എന്നാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ അറിയിച്ചിരിക്കുന്നത്. അതായത് ഹമാസ് പൂർണ്ണമായിട്ട് ബന്ദികളെ കൈമാറണം, അത് മാത്രമല്ല ഹമാസിനെ പൂർണ്ണമായിട്ട് നിരായുധീകരിക്കണം. അങ്ങനെ ഗസയുടെ നിയന്ത്രണം ഹമാസിൽ നിന്ന് പൂർണ്ണമായിട്ടും മറ്റേതെങ്കിലും ഒരു മൂന്നാം ശക്തിക്ക്, മൂന്നാം ബദൽ സംവിധാനത്തിന് കൈമാറണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് വളരെ പ്രധാനമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു നിർദ്ദേശങ്ങളും ഉപാധികളും ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും യുദ്ധം അവസാനിപ്പിക്കുക എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഇന്ന് അല്പം മുമ്പ് നടത്തിയിരിക്കുന്ന വക്താവിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് ഇപ്പോൾ ഗസ സിറ്റിയുടെ 40% ഇസ്രായേൽ കൈവശപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ്. അടുത്ത ആഴ്ചയോടുകൂടി കൂടുതൽ ശക്തി സംഭരിച്ചുകൊണ്ട് തന്നെ ഗസ സിറ്റിയിലേക്ക് കടന്നു കയറും. അവിടെ നിന്ന് എല്ലാ പലസ്തീനികളോടും ഒഴിഞ്ഞു പോകാനുള്ള ഒരു നിർദ്ദേശം നൽകും. അത് ആ സമയത്ത് തന്നെ ഗസ പൂർണ്ണമായിട്ടും സിറ്റി കൂടി പിടിച്ചെടുക്കുന്നതോടുകൂടി ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന ഒരു പ്രതികരണമാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വക്താവ് അല്പം മുമ്പ് നടത്തിയിരിക്കുന്നത്. അതായത് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു വെടിനിർത്തൽ സാധ്യത പോലും അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു നീക്കമാണ് നെതന്യാഹു സർക്കാരിന്റെയും സൈനിക നേതൃത്വത്തിന്റെയും ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ അമേരിക്ക ഒരു പ്രതികരണം നടത്തിയത് പ്രകാരം ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് മധ്യസ്ഥ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ അത് ഒരു വെടിനിർത്തലിലേക്ക് നീങ്ങുമോ, ബന്ദികളുടെ ഒരുമിച്ച് കൈമാറുന്നതോടുകൂടി ഈ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുൻകൈയെടുക്കുമോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളായിരിക്കും ഇനി പ്രധാനമായിട്ടും വരേണ്ടത്. അതല്ല എങ്കിൽ കൂടുതൽ രക്തദൂഷിതമായിട്ടുള്ള ഒരു ആക്രമണ പരമ്പരകളിലേക്ക് തന്നെ ഗസ സിറ്റി കീഴടക്കുക എന്ന ഇസ്രായേലിന്റെ പദ്ധതി നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. സൈഫുദ്ദീൻ, ഫലസ്തീന്റെ പരമാധികാരത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിലായി അമേരിക്ക എടുത്ത സ്റ്റാൻഡും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണല്ലോ. MCA എന്ന് വെച്ചാൽ മാർക്കോ റൂബിയോ പറയുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്. പക്ഷേ ബെൽജിയവും കഴിഞ്ഞ ദിവസം ഫലസ്തീൻ്റെ പരമാധികാരത്തെ, സോവറിനിറ്റിയെ പിന്തുണച്ചുകൊണ്ട് അവരെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അത് ഇസ്രായേലിന് പ്രകോപിപ്പിക്കും എന്നൊരു നിലപാടിലേക്ക് എങ്ങനെയാണ് അമേരിക്ക എത്തുന്നത്? മാർക്കോ റൂബിയോയുടെ ഈ പ്രതികരണത്തെ എങ്ങനെ കാണാം, അതിൻ്റെ ഇമ്പാക്റ്റും?
സൈഫുദ്ദീൻ, ഈ ഗസ ഇപ്പോൾ 23 മാസങ്ങളിൽ എത്തി നിൽക്കുന്ന ഈ ക്രൂരമായിട്ടുള്ള ഈ വംശഹത്യ ലോക സമൂഹങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ ഒരു വിപ്രതിപത്തി ഇസ്രായേലിന് എതിരായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത് അമേരിക്ക പോലും സമ്മതിക്കുന്നുണ്ട്. ഈ വിശ്വാസ്യതയുടെ കാര്യത്തിൽ ഇസ്രായേലിനോടുള്ള താല്പര്യം വലിയ തോതിൽ ഇടിഞ്ഞിട്ടുണ്ടെന്ന് ട്രംപ് തന്നെ 2 ദിവസം മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയെടുക്കുക, ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അതിനു വേണ്ടി പിന്നെ ഈ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രത്തോടുള്ള ജനങ്ങളുടെയും വിവിധ രാജ്യങ്ങളുടെയും പൊതു താല്പര്യത്തെ അട്ടിമറിക്കുക എന്നൊരു കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയാണ് ഈ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഈ മാസം 23-ന് UN പൊതുസഭ ചേരാനിരിക്കുകയാണ്. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുകയാണ് ഈ പ്രശ്നപരിഹാരത്തിനുള്ള ഏക മാർഗം. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. കാനഡ, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഫ്രാൻസ്, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും തങ്ങളുടെ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ഇസ്രായേലിന് അമേരിക്ക ഉറപ്പ് നൽകിയിരിക്കുന്നത് ഈ തങ്ങളുടെ സൗഹൃദ പട്ടികയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തങ്ങൾ എല്ലാ നീക്കവും നടത്താമെന്നാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ ഒരു പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഗസ യുദ്ധം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഏറ്റവും പ്രധാനം. അതിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന ഒരു നീക്കമായിരിക്കും ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കാൻ ലോകരാജ്യങ്ങൾ തീരുമാനിച്ചാൽ സംഭവിക്കുക. അതുകൊണ്ട് ആ ഒരു നീക്കത്തിൽ നിന്ന് തൽക്കാലം എല്ലാവരും വിട്ടുനിൽക്കണം. കാരണം 125 മുതൽ 140 വരെ രാജ്യങ്ങൾ ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ പിന്തുണയ്ക്കുമെന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അത്തരമൊരു സാഹചര്യത്തെ ഏതൊക്കെ വിധത്തിൽ തങ്ങൾക്ക് എതിരിടാൻ സാധിക്കുമോ, അട്ടിമറിക്കാൻ സാധിക്കുമോ, അതിനുള്ള വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് അമേരിക്ക തുടർന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കോ റൂബിയോയുടെ പ്രതികരണവും അതുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അല്ലാത്ത സാഹചര്യത്തിൽ ഈ വെസ്റ്റ് ബാങ്കിന് മേൽ ഇസ്രായേലിന്റെ പരമാധികാരം അവർ പ്രഖ്യാപിക്കും. അത് വരികയാണെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകും. അത്തരമൊരു സാഹചര്യം പിന്നെ ഒഴിവാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്നത് ഈ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തിനെ പിന്തുണയ്ക്കുന്ന ആ സമീപനത്തിൽ നിന്ന് എല്ലാ ലോകരാജ്യങ്ങളും പിന്മാറണമെന്നാണ് മാർക്കോ റൂബിയോയും അതോടൊപ്പം തന്നെ അമേരിക്കൻ നേതൃത്വവും ആവശ്യപ്പെടുന്നത്. ഇത് ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരൊറ്റ ന്യായീകരണവും ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു നയതന്ത്ര നീക്കവുമാണ്. അതിലപ്പുറം പലസ്തീൻ താല്പര്യത്തോടോ പലസ്തീൻ ജനതയോടോ ഉള്ള ഒരു താല്പര്യവും അമേരിക്കൻ സെക്രട്ടറിയുടെ ഈ പ്രതികരണത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുകയുമില്ല.